അങ്ങനെ വന്നിട്ട് ഇത്രയും ദിവസമായി. അപ്പോൾ നമ്മളെ ലൈസൻസിൻ്റെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും നാൾ നമുക്ക് പത്താക്കയുടെ അതായത് ഇവിടുത്തെ ID കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ലേറ്റ് ചെയ്തത്. അപ്പോൾ ID നമുക്ക് കിട്ടിയിട്ടുണ്ട്. ID കിട്ടിയാൽ മാത്രമേ നമുക്ക് ലൈസൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലെ നൈറ്റ് ഐ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഓൺലൈനായിട്ട് തന്നെ അവർ നമ്മളെ IDയിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് അവിടെ നമ്മളെ ഇവിടുത്തെ ID-യുമായിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഇവിടെ RT ഓഫീസുണ്ട്. അപ്പോൾ ഇവിടെ ROP എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഡയറക്റ്റ് ചെല്ലേണ്ടത്. അവിടെ ചെന്നതിന് ശേഷം നമ്മളെ ID കൊടുക്കുക, നമുക്കൊരു ബുക്ക് കിട്ടും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനുശേഷം ചെറിയൊരു ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പാസ്സായതിനു ശേഷം അവിടെ നിന്ന് ഒരു പേപ്പർ വരും. അതുമായിട്ടാണ് നമ്മൾ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ടത്. അങ്ങനെ സ്ഥലത്ത് കറക്റ്റ് എത്തി. അവിടെ ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട ബിൽഡിങ് അതാണ്. നമ്മൾ ID-യുമായിട്ട് ഡയറക്റ്റ് അവിടെ ചെല്ലുക. അവിടെ ചെന്ന് നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണം. അതിന് 5 റിയാൽ നമുക്ക് ഫീസ് ഉണ്ട്. അത് നമ്മൾ അവിടെ അടയ്ക്കണം. അതിനുശേഷം ROP എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുമായിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി ലേണേഴ്സിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അവിടുന്ന് നേരെ അടുത്ത ബിൽഡിങ്ങിലോട്ട് പോയി. ഇവിടെ ട്രാഫിക് സേഫ്റ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് എക്സാം നടക്കുന്നത്. നാട്ടിലെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ. ലാംഗ്വേജ് മാത്രമേ വ്യത്യാസമുള്ളായിരുന്നു. ഇംഗ്ലീഷും അറബിയും. ഇതിലേതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. ടെസ്റ്റ് പാസ്സായാൽ അവർ സീലടിച്ച് തരും. ഇനിയിപ്പോൾ അതുമായിട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ നമ്മളിത് ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷമാണ് ഇനി അടുത്ത് നമുക്ക് ടെസ്റ്റൊക്കെ വരുന്നത്. ഓക്കെ, ബൈ.